ഒറ്റ രാത്രി കൊണ്ട് മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ ഇല്ലാതായപ്പോൾ കേരളം ഒന്നാകെ വയനാടിനൊപ്പമുണ്ട്. ആദ്യ ദിവസം മുതൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിലും തിരച്ചിൽ പ്രവർത്തനങ്ങളിലും ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള എല്ലാ സഹായങ്ങളിലൊക്കെയായി ഡിവൈഎഫ്ഐ രംഗത്തുണ്ട്, സജീവമായി തന്നെ. ഇപ്പോഴിതാ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മേഖലാ കമ്മിറ്റിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു ഫുഡ് ചാലഞ്ചുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലാ ട്രഷറർ നമുക്കൊപ്പമുണ്ട്. മാഡം, എന്താണ് ശരിക്കും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ വട്ടിയൂർക്കാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഫുഡ് ചലഞ്ച് ഇവിടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ടുള്ള ഒരു വലിയ തിരക്കാണ് ഈ ഫുഡ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏകദേശം 4 മണിയോടുകൂടി തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ നേരത്തെ യൂണിറ്റുകളിൽ നിന്നും എടുത്ത കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ എണ്ണം എടുത്തിരുന്നു. പക്ഷെ അതിനപ്പുറമായിട്ട് നാട്ടുകാർ ഒന്നടങ്കമായിട്ട് നമ്മുടെ ഈ ഫുഡ് ചലഞ്ചുമായി ബന്ധപ്പെട്ട വലിയൊരു സഹകരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ലൈവായിട്ടാണ് ഫുഡ്? അതെ, ലൈവായിട്ടാണ്. കാരണം അവിടെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, ഉള്ളില് പൊറോട്ട അടിക്കുന്നുണ്ട്. പൊറോട്ടയും ചിക്കനും ഗ്രേവി അടക്കവുമാണ് ഇന്ന് ഫുഡ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ഇതിൽ ക്യാഷ് എങ്ങനെയാണ്? ഇഷ്ടമുള്ള ഒരു എമൗണ്ട് ഇടാണോ അതോ ഫിക്സ്ഡ് എമൗണ്ട്? അത് ഫിക്സ്ഡാണ്. 200 രൂപയ്ക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇതിന് നമുക്കൊരു 60 രൂപ ലാഭമാണ്. ഈ ലാഭമാണ് നമ്മൾ വയനാട്ടിലെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 1000 പേരോളം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ ഇന്ന് സാധിക്കുമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ ഐറ്റം? ഇതില് നമ്മൾ 5 പെറോട്ടയും ചിക്കൻ ഫ്രൈയും ഗ്രേവി ഉൾപ്പെടെ ഉണ്ട്. ഇനിയിപ്പോ ചിക്കൻ കൂട്ടാത്തവർക്ക് നമ്മൾ വെജിറ്റബിൾ കറി കൊടുക്കുന്നുണ്ട്, ഗോബി മഞ്ചൂരിയും കൊടുക്കുന്നുണ്ട്. MLA കൂടി ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സർ, ഇത്രയും വലിയ വയനാടിനൊപ്പം കേരളം ഒന്നാകെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ കുറെ ദിവസങ്ങളായി ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഫുഡ് ചലഞ്ചായി അത് തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ, ഞാൻ ഇന്നലെ വയനാട്ടിൽ പോയിരുന്നു, രാവിലെയാണ് എത്തിയത്. അപ്പൊ അവിടെ ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ഉണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ഈ അതിജീവന പരിപാടിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ മാറുകയാണ്. ഇപ്പോൾ ആക്രി ശേഖരിക്കുന്നു, ഇതേപോലെ പൊറോട്ട ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, മറ്റു പല നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് തുക സമാഹരിക്കുകയാണ്. അപ്പോൾ ഡിവൈഎഫ്ഐക്ക് മാത്രം കഴിയാവുന്ന ഒരു പ്രവർത്തന രീതി കൂടിയാണത്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പൊതിച്ചോറുകൾ നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഈ വയനാട്ടിലെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐ ഇത്തരം പരിപാടികളിലൂടെ മാറുകയാണ്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഒരു മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തന നിലയിൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ആ വലിയ ദുരന്തത്തിൽ കേരളം ഒന്നാകെ വയനാടിന് വേണ്ടി കൈകോർക്കുകയാണ്. ഒപ്പം ഡിവൈഎഫ്ഐ മറ്റെല്ലാ സംഘടനകളും ഒപ്പമുണ്ട്. വയനാടിനായി ഒപ്പം പ്രാർത്ഥനയോടെ കൈകോർക്കാം. എ ഡേ ഫോർ വയനാട്.